കണ്ടോ ജിക്കുവിനെ കുളിപ്പിക്കാൻ നടത്തിക്കൊണ്ട് പോവുക. നാറ്റം അഴുക്കിലെങ്ങാണ്ട് പോയിട്ട് വന്നു. ഇല്ലമ്മേ അവര് ഭയങ്കര മമ്മിക്കാണോ വിഷമം? അല്ലെങ്കിൽ മഴയത്ത് നടക്കുന്നവര് മമ്മിയുടെ വ്ളോഗായിട്ട് മമ്മി ഓടി വന്നല്ല കള്ളി അമ്മ കേട്ടോ. മമ്മിയുടെ വ്ളോഗാണ്, അതുകൊണ്ട് മമ്മിയുടെ ചാനലായത് മമ്മി പ്രത്യക്ഷപ്പെടും അപ്പത്തേനും. മമ്മിയുടെ ആവശ്യമില്ല റീച്ച് കൂട്ടണം. റീച്ച് മമ്മി ജിക്കുവിന് സ്മെല്ലായതുകൊണ്ടാണ് ജിക്കുവിനെ കുളിപ്പിക്കുന്നത്. രാത്രി ഉറങ്ങാം. എടാ ഈ പട്ടിയെ കുളിപ്പിക്കുന്ന എന്തെങ്കിലും ടിപ്പുണ്ടോ? ഇപ്പൊ ആ ചിലത് ഇങ്ങനെ കുളിക്കാനൊക്കെ നിന്ന് കൊടുക്കാനായിട്ട് ഇങ്ങനെ പാടല്ലേ? നമ്മുടെ സ്വന്തം പട്ടിയാണെങ്കിൽ നമ്മളെന്തായാലും ട്രെയിൻ ചെയ്യുമല്ലോ കുഞ്ഞുനാളിലെ കുളിപ്പിക്കുന്നത്. പിന്നെ എന്താ അവര് കുളിപ്പിക്കുന്ന സോപ്പ് യൂസ് ചെയ്യണം, കാരണം പൂടയൊക്കെ തിന്നും. ഓ അത് ശരി. ഇവരുടെ അതിന് അങ്ങനത്തെ സോപ്പൊക്കെ ഉണ്ടല്ലേ? ഇവരുടെ തന്നെ സോപ്പ്, ഷാമ്പു അതൊക്കെ ഇട്ടാ കുളിപ്പിക്കുന്നത്. ജിക്കുവിന് ഇതൊക്കെ ഇട്ട് കുളിപ്പിക്കാറുണ്ടോ? അങ്ങനെ ഇട്ട് കുളിപ്പിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ അവനെ ഷാമ്പു ഇട്ടല്ല ഇന്നിപ്പോ കുളിപ്പിക്കും. സത്യത്തിൽ പകലാ കുളിപ്പിക്കേണ്ടത്. ഇന്നിപ്പോ അവന് സ്മെല്ലായതുകൊണ്ട് അവൻ എവിടെയോ പോയിട്ട് അതുകൊണ്ടായിരുന്നു. അപ്പൊ അവന് ഈ തണുപ്പത്ത് കുളിപ്പിച്ചാൽ അവനെ തണുക്കത്തില്ല, അത് ചൂടുവെള്ളമാണ് അവനെ കുളിപ്പിക്കുന്നത്. അല്ല, തണുപ്പത്ത് കുളിപ്പിച്ചാൽ അവന് സത്യത്തിൽ തണുപ്പത്ത് കുളിച്ചാൽ അവൻ രാത്രി നന്നായിട്ടൊക്കെ ഉറങ്ങും. പിന്നെ തണുക്കാതിരിക്കാൻ നമ്മൾ അപ്പോഴേ തുടപ്പിക്കുമല്ലോ, തുടപ്പിക്കും. പിന്നെ അവന് ഉടുപ്പിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ തണുപ്പത്ത് കുളിപ്പിച്ചാൽ അവന്റെ കണ്ണ് ഇതിനകത്ത് നല്ല തിളങ്ങി കാണും. പട്ടിയുടെയും പൂച്ചയുടെയും കണ്ണൊക്കെ തിളങ്ങുമല്ലോ. രാത്രി ആകുമ്പോഴേ തിളങ്ങുമെന്ന് മാത്രം, പകല് മൊത്തം കാണത്തില്ല. അയ്യോ നിന്ന് കൊടുക്കുന്നുണ്ടോ? അതിപ്പോ കുഞ്ഞാളിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവൻ നിന്ന് തരുവായിരുന്നു. അല്ല ഇതിന് ഈ കുളിപ്പിക്കുമ്പോൾ കൂട കൊഴിച്ചിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമല്ലോ, അപ്പൊ അതിന് പ്രത്യേകം മരുന്ന് അങ്ങനെ? അത് ഇവരുടെ തന്നെ വെറ്റിനറി ഉണ്ടല്ലോ ഇപ്പൊ ക്ലിനിക്സ് ഒക്കെ. അങ്ങനെ ഒരുപാട് കൂടെ ഒഴിയാണെങ്കിൽ കൊണ്ട് കാണിക്കണം അല്ലേ? എന്നിട്ട് അവരപ്പം അവർക്ക് പറ്റിയ ഷാമ്പുവും സോപ്പൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് അത് വെച്ചാണ് കുളിപ്പിക്കുന്നത്. പിന്നെ ചില പട്ടികൾക്കൊക്കെ സ്കിൻ ഇൻഫെക്ഷൻ കുറെ കൂടെ കൊഴിയും. അതാണോ നമുക്കറിയത്തില്ലല്ലോ. ആദ്യം കുളിപ്പിക്കാതിരുന്നാലും കൂടെ കൊഴിയും, ചൂട് വരും. അല്ല ആദ്യം ഇവൻ വരാൻ മടിച്ചല്ലേ കുളിക്കാൻ, എന്നിട്ട് ഇപ്പൊ നിന്ന് വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാ? അത് അവരെ പണ്ട് തൊട്ടേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് ഓടത്തില്ല. അപ്പൊ എന്നും പൊലാടൻ തന്നെയല്ലേ കുളിപ്പിക്കുന്നേ? ഇവനെ കുഞ്ഞിലെ തൊട്ടേ പൊലാടനാ കുളിപ്പിക്കുന്നേ. വേറെ ആരെങ്കിലും കുളിപ്പിക്കാൻ പറഞ്ഞാൽ അവൻ വരാറില്ല. വരത്തില്ല, പൊലാടനെ അതിന്റെ നാക്കുള്ളൂ. മാത്രമല്ല നമുക്ക് ഓൾറെഡി ഒരു ഡോബർമാനും കൂടെ ഉണ്ടായിരുന്നു, പുള്ളി മരിച്ചു പോയി. അവന് പിന്നെ കുളിക്കാൻ നിന്നത് ഇവന്റെ മൂക്കിലൊക്കെ എന്തോ പറ്റിയിരിപ്പുണ്ട്, വെള്ളം വീണാണ് മഴയത്ത് ഇപ്പൊ പോയിട്ട് വന്നപ്പോ. ഈ ദേഹത്തൊക്കെ മഞ്ഞൾ ഇട്ട് വെച്ചേക്കുന്നത് എന്തോ മുറിവ് എന്തോ വന്നോ? അത് എവിടെയോ പോയി കടിപിടി കൂടി മുറിവായി. അപ്പം മുറിവ് എന്താ ഇൻഫെക്ഷൻ ആവത്തില്ല അങ്ങനെ ഇരുന്നാ. അപ്പൊ ഇവനെ ഏക്കുന്നത് മഞ്ഞളും എണ്ണയും ഇട്ടാ ഏക്കും. അങ്ങനെ മരുന്നാട്ടൊന്നും ഓയിൽമെന്റ് ഒന്നും ഇടാറില്ല. അതിടുമ്പോ എന്താ ആ മുറിവിൽ അണുക്കൾ വരത്തില്ല, അപ്പം ഇൻഫെക്ഷൻ വരത്തില്ല. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇവന് ചെറിയ പനി വരും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ മുറിവ് കാണുമ്പോഴേ അങ്ങ് ഇടും. എല്ലാ ജീവികൾക്കും മുറിവിന് മഞ്ഞളും എണ്ണ ഇടുന്ന നല്ലത് ജീവികൾക്കല്ലേ. മരുന്നൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല. വലിയ മുറിവൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ബ്ലഡൊക്കെ ഇവന് ഞരമ്പ് മുറിഞ്ഞു, അന്നേരമൊക്കെ ഹോസ്പിറ്റലിൽ പോകണം. കൊടയല്ലേ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്നത്?
ഇതിന്റെ ദേഹത്തൊരു ജീവി കാണുമല്ലോ സാധാ ഇടയ്ക്കൊക്കെ. അപ്പൊ അതെന്തോ ജീവിയാ അത്? അതിന് വേണ്ടി കൊണ്ട് പ്രത്യേകം നമ്മൾ മരുന്ന് വെള്ളത്തിൽ ശരി, ആ മരുന്നാ. അതിന്റെ മണം ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് അതിന്റെ മണം ഒരാഴ്ചത്തേക്ക് കാണും. കാട്ടിലൊക്കെ പോയല്ലേ ടോയ്ലറ്റിലൊക്കെ പോകും. അപ്പൊ അവിടുന്ന് ഈ ജീവി കേറുന്നത്. അത് കേറത്തില്ല, ഇതിന്റെ മണം ഉണ്ടെങ്കിൽ അതങ്ങനെ ചത്തു. ഇവന്റെ ബ്രീഡ് എന്തുവാ? ഇവൻ ലാബ് ക്രോസ് ആണ്, നാടനുമായിട്ട്. ക്രോസ് ബ്രീഡ് ആണല്ലേ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ക്യാരക്ടറിൽ വ്യത്യാസം ഉണ്ടോ? ലാബിന്റെ ഒക്കെ ഉണ്ടല്ലേ. നാടന്റെ ക്യാരക്ടർ ഉണ്ട്. നാടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കില് ലാബിനെ പോലെ ഇരിക്കും. പക്ഷെ ക്യാരക്ടറിൽ നാടൻ്റെ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് അസുഖങ്ങൾ വരാറില്ല. ഒരു മറ്റേ സർവൈവ് ചെയ്യല്ലേ. ബ്രീഡാകുമ്പോൾ പെട്ടെന്ന് കുറേ അസുഖം വന്ന് ചത്തുപോകും പെട്ടെന്ന്. ഇതാകുമ്പോൾ കുറെ സർവൈവ് ചെയ്യല്ലേ. നാടനെ പിടിച്ചു നിൽക്കും കൊണ്ടുവന്നാൽ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. മറ്റേ ഇച്ചിരി വയ്യായ്ക കാണിച്ചാൽ അപ്പോഴേയും കിടക്കും. പിന്നെ എല്ലാ പക്ഷിക്കും സാധാരണ എന്തെങ്കിലും പനിയോ അസുഖം ഉണ്ടെങ്കിലും ഫുഡ് കഴിക്കത്തില്ല. അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും കാണും. അതെ, അല്ലാതെ പെട്ടെന്ന് ഫുഡ് കഴിപ്പ് നിർത്തത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അറിയാൻ പറ്റും. എല്ലാം മുറിവ് നമ്മൾ കാണാത്തേ കാണും. അപ്പം അതിൻ്റെ വേദന കൊണ്ടോ അല്ല ഇൻഫെക്ഷൻ ആവുന്നത് കൊണ്ടോ ആയിരിക്കും വിശപ്പില്ല. ഓ അത് ശരി. അപ്പോഴേ എനിക്കിട്ട് ഇവന് അന്നേരം എത്ര വയസ്സായി ഇപ്പോൾ? ഇപ്പം 6 വയസ്സ്. 6 വയസ്സായല്ലേ. കണ്ടാ തോന്നും. കയ്യിൽ കിട്ടുമ്പോൾ, നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 2 മാസം. 2 മാസമാണ്. നമ്മൾ വാങ്ങിച്ചതല്ല, വന്നതല്ലേ അതോ കൊണ്ടുവന്നതാ? കിട്ടിയതല്ലേ. ചേട്ടൻ എടുത്തോണ്ട്. ബ്രദർ കൊണ്ട്. എവിടുന്നായിരുന്നു കൊണ്ടുവന്നത്? കഴക്കൂട്ടൻകാരനാണ്. തിരുവനന്തപുരംകാർക്ക് അഭിമാനമായിട്ട് നിന്ന് കുളിക്കാണ് സ്വദേശം. കഴക്കൂട്ടത്തെ പട്ടികളൊക്കെ ഇങ്ങനെയാണോ നിന്ന് കുളിക്കുന്നത്? ഇപ്പം പുള്ളിക്ക് അങ്ങ് കുളിക്കാൻ ഹരമായെന്ന് തോന്നുന്നു. കുളിക്കുന്നത് ഇഷ്ടമാണ്. കാരണം രാത്രി നന്നായിട്ട് ഉറങ്ങാൻ മുക്കും ആനേനറിയാം. നമുക്ക് ആദ്യം ഒരു ലാബ് ഉണ്ടായിരുന്നല്ലേ. ഉണ്ടായിരുന്നു. ജിക്കു മോള്. അത് ഗേളായിരുന്നു. അവള് പോയപ്പോഴാ പിന്നെ വേറെ ഡോഗൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവനെ താലോലിച്ച് വളർത്തിയതിന്റെ ഒരു അഹങ്കാരം ഇവനുണ്ട്. പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ആ ഒരു അഹങ്കാരം വെച്ചാൽ വേറൊരു അഹങ്കാരവും ഇല്ല. ബാക്കി ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. അങ്ങനത്തെ ഒരു സുബിനെ പേടിയുണ്ട്, ബ്രദറിനെ പേടിയാണ്. അവനെ കൊണ്ടുവന്നത് അവനായതുകൊണ്ടായിരിക്കും. പിന്നെ പറയാൻ ഡോഗ് ഒരാളെ മാത്രമേ യജമാനായിട്ട് കാണത്തുള്ളൂ. അവനെ യജമാനായിട്ട് ഇവൻ കണ്ടേക്കുന്നത്. അപ്പൊ ഈ ജിക്കു ഒരു ചില്ലറക്കാരനല്ല. ഇപ്പൊ നമ്മൾ അവന്റെ മരുന്ന് വെള്ളത്തിൽ കലക്കി കുളിക്കുക. കാരണം നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴേ ഇവനെ കുളിപ്പിക്കാം. അപ്പം മരുന്നൂടെ ഒന്ന് ഒഴിച്ച് കുളിപ്പിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് കടിക്കുന്ന സ്വഭാവം കുറയും. ഇപ്പം നിന്ന് എഴുതുന്നുണ്ട് ഇല്ല, നല്ല സ്മൂത്തായിട്ട്. വെള്ളം ഒരു വട്ടം ഒഴിച്ചാൽ പിന്നെ നിന്ന് കുളിപ്പിക്കാനെന്നറിയാം. കൂടെ ഇപ്പം കുറച്ച് കൂടുതൽ കൊഴിയുന്നുണ്ടോ എന്ന് സംശയം. അല്ല, ഈ ചെവിയുടെ ഇവിടുത്തേക്ക് കടി കൂടിയിട്ട് പോയത്. അങ്ങനെ പോയത്. അയ്യോ, നിനക്കുന്നുണ്ടോ? പിന്നെ ചെവി തുടച്ചു കൊടുക്കണം. ചെവിക്കകത്ത് വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അകത്ത് ചെന്നിട്ട് ഇൻഫെക്ഷൻ വരും ഇവർക്ക്. ഇങ്ങനെ തുടച്ചു കൊടുക്കണം. പിന്നെ ചെവിക്കകത്തോട്ട് ഡയറക്റ്റ് വെള്ളം കോരി ഒഴിക്കല് പട്ടിയുടെ. കുളിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. ചെവിയും തലയും നന്നായിട്ട് തോർത്തിയും കൊടുക്കണം. ഇവന് തോർത്തണം. ഡോബർമാനൊന്നും തോർത്തേണ്ട ആവശ്യമില്ല. കാരണം പൂട കുറവായതുകൊണ്ട് അവർ കുടഞ്ഞും കളയും. ഇവന് മറ്റേ ഇങ്ങനെ വളർത്തിയത് കൊണ്ട് അവന് തുടച്ചു കൊടുക്കണം. ഇങ്ങനെ തുടക്കണം. തുടച്ചാൽ ഫുൾ ബോഡി തുടച്ചു കൊടുക്കണം. എന്നാലും അടുത്തടുത്ത് പോയ പോലെ അഴുക്കാക്കാനായിട്ടുള്ള ആ ഒരു എനർജി കിട്ടും. അതുപോലെ തണുക്കുമല്ലോ.
രാത്രിയല്ലേ ഇപ്പം നമ്മൾ കുളിപ്പിച്ചേക്കുന്നത്. അതെ. അതുകൊണ്ട് എന്തായാലും തുടച്ചു കൊടുക്കണം. രാത്രി കുളിപ്പിക്കുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. പക്ഷേ ചീത്തയായിട്ട് വരുവാണെങ്കിൽ മഴയത്തൊക്കെ പോയിട്ട് കിടക്കുന്നത്, അതുകൊണ്ട് മഴയത്തൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ കുളിപ്പിക്കണം. നമ്മളെ കൂടെ കിടക്കുന്നുണ്ട്. കൂട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിപ്പോൾ നാളെ രാവിലെ ആയാലും കുളിപ്പിച്ചാൽ മതി. വാലിലൊക്കെ വെള്ളമായിരിക്കും. ഇവന്റെ ഈ വാലിന്റെ അവിടെ എന്താ മുറിവ് വന്നായിരുന്നല്ലേ അടുത്തിടയ്ക്ക്? മുറിവ് വരുമ്പോ വാലിങ്ങനെ അനക്കാതെ അനക്കാതെയും വെക്കും, ഫുഡും കഴിക്കത്തില്ല. അപ്പം നമ്മൾ നോക്കും, അപ്പം അറിയാം എന്തെങ്കിലും കാരണമില്ലാതെ ഫുഡ് കഴിക്കാതിരിക്കാറില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം പൊതുവേ ഫുഡ് കഴിക്കും ഇവനെല്ലാം. അപ്പം പെട്ടെന്ന് ഫുഡ് കഴിക്കാതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അവൻ തന്നെ കുറെ നക്കും സ്വന്തമായിട്ട്. അവനും വെള്ളമൊക്കെ വലിച്ചെടുക്കാറ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ നക്കല് ഭയങ്കര കൂടുതലാണ്. തൊടലില്ലേ ഇവന്റെ തൊടല്? അതവിടെ പോയി. തൊടലുണ്ട്. ഇപ്പൊ കുളിപ്പിക്കാൻ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ തൊടലിടത്തില്ല. അല്ലെങ്കിൽ തൊടലിട്ട് ഇടയ്ക്ക് തൊടല് കൊണ്ട് കളയുന്നൊരു സ്വഭാവം ഉണ്ട്. അതുണ്ട്. അതുകൊണ്ടാണ് ഈ വള്ളി കിട്ടിയത്. നമ്മൾ എത്ര മുറുക്കി ഇട്ടാലും ചിലപ്പോൾ ക്ഷീണിക്കുമ്പോൾ ഈ തൊടൽ ലൂസാവും. അന്നേരം അവന് ഊരി കളഞ്ഞിട്ട് പിന്നെ കളിക്കാൻ പോകുമ്പോൾ ഊരി കളഞ്ഞിട്ട് പോരും. അങ്ങനെയൊക്കെ പ്രത്യേകതയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ നടന്നു വരുന്നത്. ഒരു നാടിൻ്റെ കഴക്കൂട്ടത്തിൻ്റെ അഭിമാനമായ ജിക്കുമോൻ. ഇനി അകത്ത് പോയൊരു കുടച്ചിൽ. ഇത് കുടഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം. അഴുക്കല്ല. അവൻ്റെ വിചാരം അവൻ്റെ ദേഹത്ത് പിന്നെയും വെള്ളം ഉണ്ടെന്നാ. കരുതി വെള്ളമൊന്നും ഇല്ല. പൊട്ടനെ കൊണ്ട് തോറ്റല്ലോ. അവന്റെ വിചാരം അവന് സ്വന്തമായിട്ട് അങ്ങ് വൃത്തിയാക്കണം. കുളിപ്പിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വൃത്തിയാക്കും. അതുവരെ കുളിക്കത്തുമില്ല, സ്വന്തമായിട്ടും വൃത്തിയാക്കത്തില്ല. ഇങ്ങനത്തെ എന്തൊക്കെ ആക്ഷൻസ് ഒക്കെ അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അവൻ്റെ തൊടൽ ഇവിടെ കിടപ്പുണ്ട്. പൂച്ച എന്തെടുക്കുന്നവിടെ? പേടിച്ച് മാറി ഓടിയതാ. ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ജീവനും കൊണ്ട് ആർക്കാണെങ്കിലും പേടിയാവും. എന്താ വയോർക്കട്ട് ജിക്കുന്ന സുമ്മാവാ. കുടയാൻ എന്തോ ഇരുന്നിട്ടാ. ഇപ്പം കണ്ടോ നല്ല കളറ് വന്നു അവൻ്റെ. ഇവൻ ഈ വെള്ള കളറാണെന്ന് ഞാൻ ഇത്ര നേരം വെച്ച് വെള്ള കളറെല്ലാം പോയെന്ന് വേണ്ട. തിരിച്ച് വന്നല്ലോ. ഈ കളറായിരുന്നു ഇവൻ, കറുപ്പാണ് ഞങ്ങൾ. പൂച്ചയ്ക്കും കൂടെ വ്ളോഗിൽ വരണമെന്നൊരാഗ്രഹം. ഇതാണ് ഇവിടുത്തെ ചിങ്കാരി പൂച്ച. ഇവർ തമ്മിലാണ് ഫൈറ്റ് ഇവിടെ. കീഴടങ്ങിയിരിക്കുക. ഇനി ജിക്കുവിന് കുറച്ച് നേരം റെസ്റ്റ്. കുളിയൊക്കെ കഴിഞ്ഞ്. ഹലോ ജിക്കു, എക്സ്ക്യൂസ് മീ. ഡേ ഇങ്ങോട്ട് നോക്കടേ, ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കടേ. ഇവിടെ നോക്കടേ ഇങ്ങോട്ട്. പൊട്ടിട്ട് കൊടുക്കുന്ന പ്രധാന ചടങ്ങ്. പൊട്ടിട്ട് സുന്ദരനാക്കുക. നാണമുണ്ട് ഈ പ്രായത്തിൽ ഇവന് പൊട്ടിട്ട് കൊടുക്കാൻ. കരി മൊത്തം പൊട്ടിടും കുളിപ്പിച്ച് കഴിഞ്ഞാൽ. ഇവിടുത്താന്ന് അറിയാനാണോ? അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യും. എപ്പോഴും പൊട്ടിട്ടേക്കുന്നതാണ്. പൊട്ടും കവളിക്കുത്തും. കണ്ണടിക്കാതില്ല. കവളിക്കുത്ത് അപ്പുറവും ഇടും ഇപ്പുറവും ഇടും. ഏത് സൈഡിൽ നിന്നാണ് കണ്ണടിക്കുന്നതെന്ന് പറയാൻ വെക്കാത്തതുകൊണ്ട് അപ്പുറവും ഇപ്പുറവും ഇടും. ഇച്ചിരി ബേബി പൗഡറും കിട്ടും. ഒരുങ്ങി സുന്ദര കുട്ടാപ്പിയായി.